بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خليل الله صلى الله عليه وسلم يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا رسول الله في أعماقنا قمم من الإجلال والإكرام സർവാദരണീയരായ ഉസ്താദുമാർ, ബഹുമാനം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, പരിശുദ്ധമായ പള്ളിയിൽ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന നല്ലൊരു ബറക്കത്തുള്ള, നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന നല്ല മജ്ലിസുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഈ മജ്ലിസിനെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് ഈ മജ്ലിസിനനുസരിച്ച് പാകപ്പെടുമ്പോഴാണ് ഈ മജ്ലിസ് സ്വീകരിക്കപ്പെടുന്നത്. പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അല്ലാഹു തആല നമ്മുടെ ശരീരങ്ങളിലേക്ക്, തലകെട്ടിലേക്കോ നീളക്കുപ്പായത്തിലേക്കോ ഒന്നും അല്ലാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നമ്മുടെ മനസ്സുകളിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. അപ്പോൾ ഈ മജ്ലിസിലിരിക്കുമ്പോൾ രാജാതിരാജനായ അള്ളാഹുവിൻ്റെ പള്ളിയിൽ അവന് ദുനിയാവിൽ അള്ളാഹു പടച്ച സ്വർഗമാകുന്ന മജ്ലിസിൽ അത്രയൊരു സന്തോഷത്തോടുകൂടെ ഒരു വലിയ അവസരം കിട്ടിയ, വലിയൊരു നിധി കിട്ടിയ ഒരു മാനസികാവസ്ഥയിൽ നമ്മളിരിക്കണം. ഇത് എപ്പോഴാ തീരുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റിൻ്റെ മജ്ലിസിൻ്റെ സ്വർഗത്തിനരികിലൂടെ പോയിട്ട് നിങ്ങൾ സ്വർഗത്തിൽ കടക്കാതെ പോകരുത്. അപ്പോൾ ചോദിച്ചു, ഏതാണ് സ്വർഗമെന്ന് ചോദിച്ചപ്പോൾ ദിക്റിൻ്റെ ഹൽഖകളാണ്. അൽഹംദുലില്ലാ, എല്ലാ മാസവും വളരെ വിപുലമായി നമ്മുടെ പള്ളിയിൽ ഈ മജ്ലിസ് നടക്കുന്നു. ധാരാളം സഹോദര സഹോദരിമാർ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നു. ഇവിടെ കാര്യമായി രണ്ട് സംഗതിയാണ് മഹ്ളറത്തുൽ ബദരിയ എന്ന് പറഞ്ഞാൽ. ഒന്ന് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുക. രണ്ടാമതായി ദിക്റു സ്വാലിഹീൻ, മഹാന്മാരെ സ്മരിക്കുക. ഇതാണ് നമ്മുടെ മഹ്ളറത്തുൽ ബദരിയ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ
ഏറ്റവും വലിയ മഹത്വമുള്ളത് ബദരീങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നവരാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ എല്ലാ ദിവസവും നമ്മൾ ദുആ ചെയ്യും. ഇന്നിപ്പോൾ മഗ്രിബ് നിസ്കരിച്ചപ്പോൾ നമ്മൾ 3 റക്അത്തിലും ഫാത്തിഹ ഓതി. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതിയില്ലേ നിസ്കാരം ശരിയാവില്ല. ആ ഫാത്തിഹയിൽ നമ്മൾ ദുആ ചെയ്യുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഋജുവായ പാതയിൽ ഞങ്ങളെ നയിക്കണമേ അല്ലാ, നേരായ വഴിയിൽ ഞങ്ങളെ നടത്തണമേ അല്ലാ. ഏതാണ് നേരായ വഴി എന്ന് സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൻ്റെ ആമുഖമാണത്, ഖുർആനിൻ്റെ മുഖപുസ്തകമാണത്. ആ മുഖപുരയിൽ ഏതാണ് സത്യപാത എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നേരായ വഴിയിൽ ഞങ്ങളെ നടത്തണം. ഏതാ നേരായ വഴി? ഖുർആൻ്റെ വഴി എന്ന് പറഞ്ഞില്ല, ഹദീസിൻ്റെ വഴി എന്ന് പറഞ്ഞില്ല. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴി. അതാണ് ഖുർആന് എല്ലാവരും ഓതും. ഖുർആൻ ഓതിയിട്ടാണ് ഓരോരുത്തരും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ആശയങ്ങളും പറയുന്നത്. യഥാർത്ഥ വഴി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. യഥാർത്ഥ വഴി എന്ന് പറഞ്ഞാൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണ്. ആരാണ് അനുഗ്രഹീതരായ ആളുകൾ എന്ന് വേറെ ആയത്തിൽ അള്ളാഹു പഠിപ്പിച്ചു. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവർ. കുറച്ച് കൂട്ടരെ പറയാണ്, മിനൻ നബിയീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ഇത് ആയത്താണ്. നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരെ വഴി ഇതാണ് യഥാർത്ഥ വഴി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്നാമത് പറഞ്ഞത് മിനൻ നബിയീൻ, നബിമാർ. ആ നബിമാരിൽ 1,24,000 നബിമാർ, അല്ലെങ്കിൽ 2,24,000 നബിമാർ. ആ നബിമാരിൽ 300 ചില്ലാനം വരുന്ന മുർസലീങ്ങൾ. ഈ ലക്ഷക്കണക്കിന് നബിമാരുടെ നേതാവ് ആരാണ്? ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, അല്ലേ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണമേ. നേരായ മാർഗം അല്ലാഹു തആല പറഞ്ഞു തന്നു. അത് നബിമാരുടെ വഴിയാണ്, അമ്പിയാക്കന്മാരുടെ വഴിയാണ്. അല്ലാഹു തആല 1,24,000 വരുന്ന നബിമാരെ അല്ലാഹു തആല നമുക്ക് വേണ്ടി പറഞ്ഞയച്ചു. ആ നബിമാരിലെ ഒന്നാമൻ ആരാണ്? ആ നബിമാരിലെ നേതാവ് ആരാണ്? സയ്യിദുൽ വുജൂദ്, സർവ്വ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. അതായത് മഹ്ലറത്തുൽ ബദരിയ എന്ന് പറയുന്നതിൽ കാര്യമായി നടക്കുന്ന 2 സംഗതിയായി പറയുന്നത്. ഒന്ന്, നമ്മൾ ബദരീങ്ങളെ പേരിങ്ങനെ പറയും. ഏറ്റവും വലിയ മഹാന്മാർ നബിമാർ. ആ നബിമാരുടെ നേതാവ് ബദരിയാണ്, ബദരീങ്ങളിൽപ്പെട്ടവരാണ്. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീൻ. ഒരു ലാഞ്ചനയും ഒരു സംശയവുമില്ലാതെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമുള്ളവരാണ് സിദ്ദീഖീങ്ങൾ. ആ സിദ്ദീഖീങ്ങളുടെ നേതാവ് ആരാണ്? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരും ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. പിന്നെയോ വശുഹദാഇ എന്നാണ് അടുത്തത്. നമുക്കുള്ള നേർപാത കാണിച്ചു തന്നിട്ട് സത്യപാത പറഞ്ഞു തന്നു. നബിമാരെ വഴിയാണ്, സിദ്ദീഖീങ്ങളെ വഴിയാണ്. വശുഹദാഇ, ശുഹദാക്കന്മാരുടെ വഴിയാണ്. ആ ശുഹദാക്കളിൽ ശുഹദാക്കളുടെ നേതാവ് ആരാണ്? ധാരാളം ശുഹദാക്കളുണ്ട്.
ബദറിൽ 14 ആളുകൾ ഷഹീദായിട്ടുണ്ട്, ഉഹദിൽ ധാരാളം ആളുകൾ ഷഹീദായിട്ടുണ്ട്, ഖന്തക്കിൽ ധാരാളം ആളുകൾ ഷഹീദായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ യുദ്ധങ്ങളിലും ധാരാളം ആളുകൾ ഷഹീദായിട്ടുണ്ട്. പരിശുദ്ധമായ മദീനയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ത്വരീഖു സയ്യിദ് ശുഹദാ. ഇത് രക്തസാക്ഷികളുടെ, സ്വർഗസാക്ഷികളുടെ നേതാവിൻ്റെ വഴിയാണിത്. സയ്യിദ് ശുഹദാ ആരാണ്? മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ബദരീങ്ങളിൽ പ്രധാനിയാണ്. അപ്പൊ ശുഹദാക്കളെ നമ്മൾ പരിശോധിച്ച്, നമുക്ക് അല്ലാഹു തആല ചില വഴിയാണ് പറഞ്ഞു തന്നത്. നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, ഇവരൊക്കെ നേതാക്കൾ ബദരീങ്ങളിൽപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ലോകത്തുള്ള ഏറ്റവും വലിയ മഹാന്മാർ ബദരീങ്ങളാണെന്ന് നമ്മൾ പറയാനുള്ള കാരണം. പിന്നെ വസ്വാലിഹീൻ, നാലാമത്തത് സ്വാലിഹീങ്ങളുടെ വഴിയാണ്. ആ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാരും അതിൽപ്പെട്ടു. സച്ചരിതരായ നല്ല മുഅ്മിനീങ്ങൾ എല്ലാവരും അതിൽപ്പെട്ടു. എല്ലാ മശായിഖുമാരും, എല്ലാ ഖത്താബുമാരും, എല്ലാ മഹാന്മാരും അതിൽപ്പെട്ടു. എന്നാൽ ആ മഹാന്മാരുടെ മുഴുവൻ നേതാക്കൾ ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരു സെക്കൻഡെങ്കിലും വിശ്വാസിയായിക്കൊണ്ട് അവിടുത്തെ സദസ്സിൽ പങ്കെടുത്ത ആൾ സ്വഹാബി എന്ന് നമ്മൾ പറയും. അവരാണ് സ്വാലിഹീങ്ങൾ. ആ സ്വഹാബികളിലെ ഏറ്റവും പ്രമുഖന്മാരാരാണ്? യാതൊരു സംശയമില്ല, അത് ബദരീങ്ങളാണ്. ഇപ്പൊ നമ്മളെ നേതാക്കൾ ആരാ നമുക്ക് മനസ്സിലായി? ബദരീങ്ങൾ. നബിമാരെ പരിശോധിച്ചാലും, ശുഹദാക്കളെ പരിശോധിച്ചാലും, സിദ്ദീഖീങ്ങളെ പരിശോധിച്ചാലും, സ്വാലിഹീങ്ങളെ പരിശോധിച്ചാലും അവരുടെയൊക്കെ തലവന്മാർ മഹാന്മാരായ ബദരീങ്ങളാണ്. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധമായ മദീനയിൽ ഉഹദിൻ്റെ പരിസരത്ത് ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഫസഹ്. മദീനയുടെ പഴയ ചരിത്രങ്ങൾ പറയുന്ന കിതാബുകളിൽ ആ പള്ളിയെക്കുറിച്ച് പ്രതിപാദ്യമുണ്ട്. ഇന്നത് പള്ളിയായിട്ടില്ല, ചെറിയ ഒരു അടയാളം ഇങ്ങനെ കെട്ടിയിട്ട് പ്രത്യേകം ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ചാളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ചെറിയൊരു പള്ളിയാണ്. അപ്പോൾ കുറച്ചാളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളൊക്കെ നീച്ച് മാറി കൊടുക്കുക, ഓലോട് വന്നിരിക്കട്ടെ എന്ന്. സ്വാഭാവികമായും സ്വഹാബത്തിന് സങ്കടം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിലുള്ള വെറുപ്പല്ല, ആ ധിക്കാരം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരാൾ കാഫിറായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിലുള്ള ധിക്കാരമോ ധാർഷ്ട്യമോ വെറുപ്പോ ഒന്നുമല്ല. കാരണം അവരൊക്കെ ആഗ്രഹിക്കുന്നത് ആ സാമീപ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്നിധ്യമാണ്, സാമീപ്യമാണ്. സ്വഹാബത്തിന് അതിനേക്കാൾ താല്പര്യമുള്ള ഒരു കാര്യമില്ല, അവർക്ക് അതിനേക്കാൾ വലിയൊരു ലക്ഷ്യമില്ല. കാരണം അവർ ചോദിക്കാറുള്ളത്, സ്വർഗത്തിലെത്തിയാൽ ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ കഴിയുമോ നബിയെ എന്നായിരുന്നു മഹാന്മാരായ സ്വഹാബത്തെ കിറാമിൻ്റെ സങ്കടം, അല്ലെങ്കിൽ അവരുടെ ആവശ്യം. അപ്പോൾ മഹാന്മാരായ സ്വഹാബത്തെ കിറാം അവരോട് നിങ്ങളൊക്കെയാണ് മാറിയിരിക്കട്ടെ എന്ന് പറയുമ്പം ആദ്യം നേരത്തെ വന്ന് ഉത്തരക്കണോലാണ്. അപ്പോഴാണ് സൂറത്തുൽ മുജാദിലയിലെ ആയത്തിറങ്ങിയത്. നിങ്ങളോട് എണീറ്റ് പോകാൻ വേണ്ടി പറഞ്ഞാൽ, വിശാലത ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ, ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കുക, അല്ലാഹു തആല നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. നിങ്ങളോട് ഇറങ്ങി മാറിപ്പോകാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ആയത്തും കൂടെ ഇറങ്ങുകയാണ്. അതിൻ്റെ കാരണം എന്താ? നിങ്ങൾ ആ നിന്ന ആളുകൾ ചെറുപ്പക്കാരാണെങ്കിലും അതിൽ പലരും ബദരീങ്ങളിൽപ്പെട്ടവരാകുന്നു. അപ്പം അവരോട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു.
ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം സ്വഹാബത്തെ കിറാം പറയാണ്, മഹാന്മാരായ ബദരീങ്ങളിൽപ്പെട്ട ആരെ പിന്നെ കണ്ടാലും അവര് പ്രായം കുറഞ്ഞ ചെറിയ പ്രായമുള്ളവരാണെങ്കിലും SSFകാരുടെ പ്രായമാണോ SYSകാരുടെ പ്രായമാണോ എന്ന് നോട്ടമില്ല, ഏത് പ്രായം കുറഞ്ഞവരാണെങ്കിലും ഞങ്ങൾ അവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, സ്വഹാബികളിലെ സ്വാലിഹീങ്ങളിലെ ഏറ്റവും വലിയവർ സ്വഹാബികളാണ്. ആ സ്വഹാബികളിൽ ഏറ്റവും വലിയവർ, ആദരവുള്ളവർ ബദരീങ്ങളിൽ പങ്കെടുത്തവരാണ്. അവർ പ്രായം കുറഞ്ഞവരാണെങ്കിലും ശരി. ഇതാണ് മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് മാസത്തിൽ ഇവിടെ ഇങ്ങനെ നടന്നാൽ നമ്മുടെ നാടിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ജീവിതത്തിന് അത് വലിയൊരു കാവലാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. രണ്ടാമതായി നമ്മുടെ മഹ്ലറത്തിൽ ബദരിയയിൽ നടക്കുന്ന പ്രധാനപ്പെട്ടൊരു സംഗതി, ഇതിലേക്ക് നമുക്കൊരു ആവേശം, ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൻ്റെയും അതിൽ സ്ഥിരമായി പങ്കെടുക്കുന്നതിൻ്റെയും മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത് നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ ഇതിൽ ചെല്ലുന്ന എന്താണ്? അള്ളാഹുവിൻ്റെ പേരുകളാണ്. ഒന്ന്, മഹാന്മാരായ ബദരീങ്ങളെ പേര് നമ്മൾ പാടുന്നു. മഹാന്മാരായ ബദരീങ്ങളുടെ പേര് നമ്മൾ പാടുകയാണ്. അതുപോലെ തന്നെ മഹാനായ അഹമ്മദ് കോയ ശാലിയാത്തി റഹിമഹുല്ലാ മഹാനവറുകൾ സമ്മാനിച്ച അൽ ഖസീദത്തുൽ വിത്രിയ, ആ മഹാന്മാരായ അസ്മാ ഉൽ ബദരീങ്ങളുടെ അസ്മാ ഉൽ ബദർ ചെല്ലുന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ അസ്മാ ആണ് നമ്മൾ ചെല്ലുന്നത്. അതാണ് യാ അല്ലാഹു, യാ റഹ്മാനു, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ. ഇങ്ങനെ 99 പേരുകൾ. ഇന്ന ലില്ലാഹി 99 ഇസ്മാ, അള്ളാഹുവിന് 99 പേരുകളുണ്ട്. ഫമൻ അഹ്സാഹാ ദഖലൽ ജന്ന, അത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അസ്മാ ഉൽ ബദർ നമ്മൾ പതിവാക്കണം. അസ്മാ ഉൽ ഹുസ്ന നമ്മൾ പതിവാക്കണം. അസ്മാ ഉൽ ഹുസ്ന 99. അള്ളാഹുവിന് 99-ലധികം പേരുകൾ അള്ളാഹുവിനുണ്ട്. ധാരാളം പേരുകളുണ്ട്. അള്ളാഹുവിന് ധാരാളം പേരുകളുണ്ട്. അതിൽ ഏത് പേരിനും വലിയ പവറാണ്. അതുകൊണ്ടല്ലേ ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ എന്നും ചൊല്ലാറുള്ള ഒരു ദിക്റുണ്ട്. ആ ദിക്ർ പഠിപ്പിക്കുന്നുണ്ട് ദിക്റിൻ്റെ മഹത്വം. എല്ലാ ദിവസവും നമ്മൾ രാവിലെയും അത് ചൊല്ലണം, അത് വൈകുന്നേരവും ചൊല്ലണം. ഏതാണ്? ഹദ്ദാദിലെ ബിസ്മി എന്ന് പറയാം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നിങ്ങൾ അതിൻ്റെ അർത്ഥം ഒന്ന് വെച്ച് നോക്കി. ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകൾ, ആ അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ബർക്കത്തെടുത്ത്, മുഴുവൻ പേരുകളെ കൊണ്ട് മാത്രം, അള്ളാഹിൻ്റെ പേര് കൊണ്ട് മാത്രം ബർക്കത്ത് ഉദ്ദേശിച്ച് ഞാനിതാ കാവൽ തേടുന്നു. അത് രാവിലെ നമ്മൾ ചെല്ലുന്നത് കാവലിന് വേണ്ടിയാണ്. ചായ കുടിക്കുമ്പോൾ ഞാൻ ചായ കുടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ വ്യാകരണത്തിലേക്ക്, വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല. അപ്പം ഞാൻ കാവൽ തേടുന്നു. എന്തുകൊണ്ടാണ് കാവൽ തേടുന്നത്? അള്ളാഹിൻ്റെ പേര് കൊണ്ട്. ബിസ്മില്ലാഹില്ലദീ, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ, ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളെ കൊണ്ടും ഇതാ അതുകൊണ്ട് മാത്രം ഞാൻ കാവൽ തേടുകയാണ്. എന്താണ് ആ പേരിൻ്റെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ പ്രത്യേകത ലാ യദുറു മഅ ഇസ്മിഹി, ആ പേരിനോടുകൂടെ, ആ പേര് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ, അവനെ ഒന്നും അവനെ ഇടങ്ങാറാക്കുകയില്ല. ഫിൽ അർളി വലാ ഫിസ് സമാ, ഭൂമിയിലില്ല ആകാശത്തിലില്ല, ഓന് ഒന്നും സംഭവിക്കുകയില്ല. വഹുവസ് സമീഉൽ അലീം, അള്ളാഹു എല്ലാം കാണുന്നവനും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ആ ദിക്റിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു പേര് നമ്മൾ മുറുകെ പിടിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയാം, സുബഹി നിസ്കാരത്തിൻ്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ 2 റക്അത്ത് സുന്നത്തിൻ്റെ മഹത്വം ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. ഒരു മനുഷ്യന് ദുനിയാവ് മൊത്തവും, ആ ദുനിയാവും ദുനിയാവിലുള്ളതും
ഒന്നും ഒഴിവായി പോകാതെക്കാനാണ് പറയുന്നത്. ഇഹലോകം മുഴുവനും അല്ലാഹു തആല അയാൾക്കങ്ങ് കൊടുക്കുന്നതിനേക്കാൾ അതിലേറെ വലിയ ഭാഗ്യാണ് മോനെ 2 റക്അത്ത് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മളാരും നിസ്കരിക്കലുണ്ടോ? കുറവാണ്. സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മഹത്വമാണ്. ആ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് വലത്തെ കൈ നമ്മുടെ ഇടത് മാറിന്റെ താഴെ വെക്കുക, എന്നിട്ട് യാ ഖവിയ്യു എന്ന ദിക്ർ ചൊല്ലുക 116 പ്രാവശ്യം. ഹൃദ്രോഗങ്ങളിൽ നിന്ന് അയാൾക്ക് സലാമത്ത് ലഭിക്കുന്നതാണ്. അള്ളാഹിന്റെ പേരിന്റെ മഹത്വമാണ്. യാ ഖവിയ്യു യാ അല്ലാ എന്ന് 116 വട്ടം. ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ ഇടത് ഭാഗത്ത് സ്പഞ്ച് ചെയ്യുന്നൊരു സാധനമുണ്ട്. അതാണ് നമ്മൾ സാധാരണ ഹൃദയം എന്ന് പറയും. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ ചലിപ്പിക്കുന്ന ആത്മീയമായ നമ്മുടെ കൽബ്, ആ കൽബിൽ വരുന്ന രോഗങ്ങളും നമ്മുടെ ഹൃദയത്തിന്, ബാഹ്യമായ ഹൃദയത്തിന് വരുന്ന രോഗവും എല്ലാം, എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ ആ ഇസ്മു മാത്രം മതി. യാ ഖവിയ്യു യാ അല്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചില ആളുകൾക്ക് എപ്പോഴും മനസ്സിൽ അടങ്ങാറാണ്. സുബഹിന്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സമയത്തിന് പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഈ ദിക്ർ ചൊല്ലിയതിൻ്റെ ശേഷം 116 തവണ അതിനൊന്നൊരു പണിയില്ല. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ, അല്ലാഹനെ ഓർക്കണേ, ദിക്റൻ കസീറാ, ധാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ തോനെ പറയുന്നില്ല. അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കണം എന്ന് പറഞ്ഞാൽ വേറെ ആയത്തിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, വല്ലദീന യദ്കുറൂനല്ലാഹ്, മുഅ്മിനീങ്ങൾ അവർ അല്ലാഹനെ സ്മരിക്കുന്നവരാണ്. ഖിയാമൻ നിന്നുകൊണ്ട്, വഖുഉദൻ ഇരുന്നുകൊണ്ട്, വഅലാ ജുനൂബിഹിം കടന്നുകൊണ്ട്, അതായത് ഏത് അവസ്ഥയിലും അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ എന്ത് ചൊല്ലണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നാലേ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് പറഞ്ഞ് എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. ഒരു മനുഷ്യന് ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, അയാൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് തലയും കുടഞ്ഞിട്ട് പൊടി തട്ടിയിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് വിശ്വാസികൾ പറയും അൽഹംദുലില്ലാഹ്. അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയണം. എന്നും ഉറങ്ങുന്നത് പോലെ അതിൻ്റെ ഒരു ട്രെയിനിങ് എന്നും ഇവിടെ നടക്കുന്നുണ്ട്. രാത്രി നമ്മൾ ഉറങ്ങുമ്പം പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, എഴുന്നേൽക്കുമ്പം പറയണം അൽഹംദുലില്ലാഹ്. നമ്മൾ ചൊല്ലലുണ്ടോ? ഇതാണ് അള്ളാഹനെ കൂടുതലായി ഓർക്കണം എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കപ്പെട്ട ദിക്റുകളിൽ ചെല്ലണം എന്നാണ് അതിൻ്റെ ഒരർത്ഥം. നമ്മളോട് കിടക്കുമ്പം ചെല്ലാൻ പറഞ്ഞ ദിക്റുണ്ട്. ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാൻ എന്താ ചെയ്യേണ്ടത് നബിയേ? പുന്നാര മകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ചെറുപ്പക്കാരാ കേട്ടുവെക്കണം, ഉറങ്ങാൻ നേരത്ത് നമ്മൾ ചെല്ലണം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. 33 ചെല്ലേണ്ട നിസ്കാരത്തിന് ശേഷമാണ്. അത് 100 തയ്ക്കാൻ വേണ്ടി പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്ർ നമ്മൾ പൂർത്തിയാക്കി ചെല്ലുക. അപ്പോൾ നിസ്കാരത്തിന് ശേഷം അതൊക്കെ ഞങ്ങൾ ചെല്ലലുണ്ടല്ലോ ഉസ്താദേ. ആര് ചെല്ലണ്? ഇമാം സുബ്ഹാനല്ലാഹ് അറിയും, നമ്മളോ സൂസു അറിയും അല്ലേ? ആരാ ശരിക്ക് സുബ്ഹാനല്ലാഹ് അല്ലേ? ദിക്റിന് അതിൻ്റെ പവറുണ്ട്. മഹാനായ ശിഹാബുദ്ദീൻ നിങ്ങൾ ഫാത്തിഹക്ക് അതിൻ്റെ പവറുണ്ട്, ആയത്തുൽ കുർസി അതിൻ്റെ പവറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരത്തണലിൽ ഉറങ്ങുകയാണ്. ശത്രു വന്നിട്ട് വാൾ ഇങ്ങോട്ട് എടുത്തു. വാൾ എടുത്തിട്ട് ചോദിച്ചു, എന്നിൽ നിന്ന് നിങ്ങൾ ആര് രക്ഷിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ മറുപടിയാണ്, അല്ലാഹ്. അവൻ്റെ കയ്യിലുള്ള വാൾ താഴേക്കങ്ങ് വീണു, അവൻ വിറച്ചുപോയി. അതാണ് അല്ലാഹ് എന്ന പേരിൻ്റെ പവർ, അല്ലാഹ് എന്ന നാമത്തിൻ്റെ പവർ. അത് പറയേണ്ട കോലത്തിൽ പറയണം.
എന്നതുപോലെ തന്നെയാണ് നമ്മൾ ദിക്ർ ചൊല്ലുന്നതും. ആ ദിക്റിന് സുബ്ഹാനല്ലാഹ് ഓരോ ദിക്റിനും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പല മഹത്വമുണ്ട്. ഉദാഹരണം പറയാ, ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താൻ വരൂലാന്ന്. ചില ആളുകൾ നമ്മളോട് വന്നാണ് പറയും, ഉസ്താദേ രാത്രി ഭയങ്കര ഇടങ്ങാറാണ്, ഉറങ്ങാൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ അതാക്കുക ഒരുമാതിരി ഇടങ്ങാറാണ്, അപ്പം നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയാണ്. അപ്പം അയാൾ പറഞ്ഞ മറുപടി ഉണ്ട്, ആയത്തുൽ കുർസി ഓതി എന്നാണ് കൂടുതൽ രംഗത്തില്ലേ, ആയത്തുൽ കുർസി ഓതിലെന്നാണ് കൂടുതൽ ഇടങ്ങേറെന്ന്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം ശാലിയാത്തി റഹിമഹുല്ലാ മഹാനവറുകൾ അടുക്കലേക്ക് ഒരു പെണ്ണിനെ ഭ്രാന്തായിട്ട് എല്ലാ ചികിത്സയും കഴിഞ്ഞിട്ട് അവരടുക്കലേക്ക് കൊണ്ടുവരാണ്. അപ്പോൾ അവർ ആയത്തുൽ കുർസി ഓതാൻ തുടങ്ങി. അപ്പോൾ ഈ പെണ്ണിൻ്റെ ശൈത്താൻ ഇളകിയിട്ട് പെണ്ണ് വിളിച്ചു പറയാണ്, 1000 ആയത്തുൽ കുർസി ഓതി മന്ദിരിച്ച മൂല്യാരെടുത്ത് നിന്നാണ് ഞാൻ അങ്ങോട്ട് പോരുന്നത്. അതായത് ഈ പെണ്ണിനെ അതിൻ്റെ മുമ്പ് ചികിത്സിച്ചതൊരു ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സ 1000 ആയത്തുൽ കുർസി ഓതിച്ചിട്ടാണ്. ആളുകളെ കൂട്ടി 1000 ആയത്തുൽ കുർസി തയ്ച്ച് ഓതിയ ചികിത്സയാണ്. അതുകൊണ്ട് ഞാൻ പോകില്ലാന്ന്. മഹാനവറുകൾ ആയത്തുൽ കുർസി ഓതി പകുതിയാകുന്നതിന് മുമ്പ് ശൈത്താൻ പറഞ്ഞു ഞാൻ പോകാമെന്ന്. ആയത്തുൽ കുർസി പൂർത്തിയാക്കേണ്ടി വന്നിട്ടില്ല. മറ്റേ ആൾ 1000 ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കൾ പേടിച്ചുപോയി. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഓർക്കുക എന്ന് പറയുന്നത്, ആ ഓർക്കൽ നമ്മുടെ നാവ് കൊണ്ട് അല്ല, നമ്മുടെ ഹൃദയത്തിൽ വേണം. അള്ളാഹുവിനെ ഓർക്കുക, ദിക്റും ഫിക്റും വേണം. ആ ഫിക്ർ നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കണം, ദിക്ർ നമ്മുടെ നാവിൽ സംഭവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരിക്കൽ സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ് നബിയെ? ഇപ്പം നമ്മളെ ചെറുപ്പക്കാരൊക്കെ +2 കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഏർപ്പാടിന് പോകും. 1 മാസം 2 മാസം കൊണ്ട് പൂട്ടും ചെയ്യും അല്ലേ? നമ്മളെ നാട്ടിൽ എന്താ ട്രെൻഡ്? ഏതെങ്കിലും ഒരുത്തം തുടങ്ങി എന്തേന്ന് ക്ലച്ചായ പിന്നെ അത് തുടങ്ങുക, വേറെ എന്തേലും തുടങ്ങി. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് പാലക്കാട് വരെ യാത്ര ചെയ്യുക, ജനുവരി ഈ മാസം ജൂൺ 1-ാം തീയതി അങ്ങ് പോട്ടെ, പിന്നെ ജൂലൈ 1-ാം തീയതി ഒന്നുകൂടി യാത്ര ചെയ്യുക. നിങ്ങൾ കണ്ട ഏകദേശം ഹോട്ടലൊക്കെ പൂട്ടിയിട്ടുണ്ടാവും. നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്, അപ്പുറം ഇപ്പുറം നോക്കുന്നവരാണ്. ഒരിക്കൽ പോകുമ്പോൾ അവിടെ നല്ല ടേസ്റ്റുള്ളൊരു ചായ കിട്ടി, അപ്പം ഇന്ന് വൈകുന്നേരം അവിടെ നിർത്താതെ അത് പൂട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ തുടങ്ങുക, കുടുങ്ങുക, പൂട്ടുക, ഇതാണ് നമ്മളെ പരിപാടി. ഒന്നിലും ബറക്കത്തില്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. അപ്പോൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ ചോദിക്കാണ്, ഏറ്റവും നല്ല സമ്പാദ്യം ഏതാണ് നബിയേ? ഒരു മനുഷ്യന് അത് കിട്ടിയാൽ ഏറ്റവും നല്ല സമ്പാദ്യമുള്ള ആളാണ്. ഇപ്പം നമ്മളെ കൂട്ടത്തിൽ നിങ്ങളോട് ഇതിലേറ്റവും പൈസ ഉള്ള ആരാന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല സമ്പന്നരാരാന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ 3-4 ആളൊക്കെ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലുഹു, അതിലേറ്റവും ശ്രേഷ്ഠമായത്, അതിലേറ്റവും മഹത്വമുള്ളത്, അല്ലാഹ് ഒരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം, ഏറ്റവും വലിയ സൗഭാഗ്യം, ലിസാനുൻ ദാക്കിറുൻ, ദിക്ർ ചൊല്ലുന്ന നാവാണ്. ദിക്ർ ചൊല്ലുന്ന നാവാണ്. വഖൽബുൻ ശാകിറുൻ, നന്ദിയുള്ള ഹൃദയമാണ്. വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, ആത്മീയമായ കാര്യങ്ങളിൽ തന്നെ സഹായിക്കുന്ന ഭാര്യയാണ്. ഈ 3 സമ്പത്ത് ഒരാൾക്ക് കിട്ടിയാൽ അയാളാണ് മുതലാളി, അയാളാണ് സൗഭാഗ്യവാൻ, അയാളാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കിട്ടിയ ആൾ. ഇനി നമ്മളതിൽ പെടുമെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സ്വന്തം ആലോചിച്ചാൽ മതി, നമ്മൾ മറ്റൊന്നും ഒത്ത് പോകണ്ട. നമ്മൾ സ്വന്തം ആലോചിച്ചാൽ മതി, നമ്മളിപ്പോൾ മുതലാളിയാണോ അതോ തൊഴിലാളിയാണോ? അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ പറയുന്ന ഒരു നാവ് നമുക്കുണ്ടോ? നിസ്കാരത്തിന് ശേഷം അഥവാ സുബ്ഹാനല്ലാഹ് പറയുകയാണെങ്കിൽ സു എന്നേ പറയുള്ളൂ. ആ സുബ്ഹാനല്ലാഹ് എന്നത് കറക്റ്റായി ഉച്ചരിക്കൽ കുറവാണ്. അതിനുള്ള മാർഗമാണ് നമ്മൾ തസ്ബീഹ് മാല പിടിക്കുക എന്നുള്ളത്. നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ സുബ്ഹാൻ, അതുകൊണ്ടാണ് പെട്ടെന്ന് മറിഞ്ഞു പോണത്. അതുകൊണ്ടാണ് ബിദ്അത്തുകാർ തസ്ബീഹ് മാലിനെ എതിർക്കാനുള്ള കാരണം. മഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ, മഹദി അവர்கள் തസ്ബീഹ് മാല ഉപയോഗിച്ചിരുന്നു. നമ്മളെ കൈകൊണ്ട് തസ്ബീഹ് ചൊല്ലുന്നത് വളരെ നല്ലതാണ്.
പക്ഷേ തസ്ബീഹ് മാല ഉപയോഗിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ്. കാരണം ആ തസ്ബീഹ് മാല നമ്മൾ ഉപയോഗിച്ചാൽ അതിങ്ങനെ മറയാനുള്ളൊരു സമയമെങ്കിലും നമുക്ക് എടുക്കും. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് നമുക്ക് ചൊല്ലാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനമായിട്ട് കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി ആ ഹദീസ് വായിക്കുമ്പോൾ മനസ്സിലാവും പിന്നീട് അവർ തമ്മിൽ കണ്ടിട്ടില്ല എന്ന്. ആ അവസാന കാഴ്ചയിൽ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും ഒരു വസിയത്ത് ചെയ്യണം. വസിയത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യോപദേശം. അങ്ങനെ ഒരു ഉപദേശം എനിക്ക് എന്തെങ്കിലും തരണം നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിങ്ങളുടെ നാവ് എപ്പോഴും ദിക്ർ കൊണ്ട് പച്ച പിടിച്ചിരിക്കണം. നിങ്ങളുടെ നാവ് എപ്പോഴും ദിക്ർ കൊണ്ട് അത് സമൃദ്ധമായിരിക്കണം. നാവിലെപ്പോഴും ദിക്ർ വേണം. ഇപ്പം നമ്മൾ ചെറുപ്പക്കാരായ ആളുകൾ സുബ്ഹാനല്ലാഹ് കാറിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറാണ്. നമ്മൾ വണ്ടിയിൽ കയറി ഇരുന്നാൽ നമുക്കറിയാവുന്നൊരു ദിക്റുണ്ട്. വാഹനത്തിൽ കയറിയാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്നുള്ളത് നമ്മൾ ചൊല്ലണം. വലിയ കാവലാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അത് പഠിക്കാൻ എന്താ നമുക്ക് പ്രയാസമുള്ളത്? നമ്മൾ വാഹനത്തിൽ കയറിയാൽ ആദ്യം തന്നെ കയറി ഇരുന്നിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് കയറി ഇരുന്നാൽ അത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാണ്, വിശദീകരിക്കുകയല്ല. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, റസൂൽ എന്നത് തന്നെ മഹത്വമാണ്. റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം. ഏറ്റവും ചുരുക്കി നമ്മൾ ആ ആയത്തിലേക്ക് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 5 മാഹാത്മ്യം പറയുന്ന ആയത്താണ്. ആ ആയത്ത് നമ്മൾ വാഹനത്തിൽ കയറിയിട്ട് ഓതുന്നത് നല്ലതാണ്. എന്നതുപോലെ എല്ലാ ദിവസവും ഉറങ്ങാൻ നേരം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ഇത് ചൊല്ലിയിട്ട് സാധാരണ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, ആയത്തുൽ കുർസിയൊക്കെ ഓതിയിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദ മാ മാതനി വഇലൈഹിൻ നുശൂർ ആ ദിക്ർ ചൊല്ലിയിട്ട് ഇങ്ങനെ ഇത് പതിവാക്കുന്ന ആൾക്ക് മരിക്കുന്ന സമയത്ത് അയാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ്, കാരണം സാധാരണ ഉറക്കമെന്ന് പറയുന്നത് മരണത്തിൻ്റെ കൂട്ടുകാരനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തരം മരണമാണ്. ആ സമയത്ത് നമ്മുടെ ആത്മാവ് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലാവുന്നത് കൊണ്ട് നമുക്ക് വേദനയില്ല എന്ന് മാത്രം. ആ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ മരണത്തെ രുചിക്കുന്നു, വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, അവസാനമായി എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറയുന്നു. ഇത് 19 കൊല്ലം ശീലിച്ച ആളാണ്. അയാൾക്ക് അയാളുടെ അവസാന ഉറക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും. അയാൾ പിന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് പതിവ് പോലെ അൽഹംദുലില്ലാഹ് പറയാൻ കഴിയും. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. മഹാനായ, ഞാൻ അവസാനിപ്പിക്കണം, സമയമില്ലേ, മഹാനായ ഒറ്റ സംഭവം. നമ്മൾ സാധാരണ ഹദ്ദാദ് എല്ലാവരുള്ളതാണ്. ആ ഹദ്ദാദിൽ അത് ക്രോഡീകരിച്ച മഹാനായ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എല്ലാ റമദാനിലും എല്ലാ ളുഹറിൻ്റെ ശേഷവും അസറിൻ്റെ ഇടയിൽ മഹാനവറുകൾ 2000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. 2000 വട്ടം. ളുഹർ നിസ്കാരം കഴിഞ്ഞ് സ്വാഭാവികമായി നമ്മളൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയം, അല്ലാത്ത സമയത്ത് ചെല്ലുന്ന ധാരാളം ദിക്റുകളുണ്ട്. ഇത് മഹാനവറുകളൊരു ശീലമാണ്. അങ്ങനെ 30 ദിവസവും ചൊല്ലി, പിന്നെ 6 നോൽമ്പിൻ്റെ ദിവസവും അങ്ങനെ തന്നെ ളുഹർ മുതൽ അസർ വരെ 2000 ദിക്ർ, 70,000 പൂർത്തിയായി. ഇതാണ് അൽ അതാഖത്തു സുഗ്റ എന്ന് പറയുന്നത്. നമ്മുടെ മരണത്തിൻ്റെ മുമ്പ് നമ്മൾ ചൊല്ലി വെക്കേണ്ട ദിക്ർ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പതിവാക്കുന്നത് 70,000 മഹാനവറുകളുടെ റമദാനിലെ ശീലമായിരുന്നു. ഇങ്ങനെ ധാരാളം ദിക്ർ, നിർദ്ദേശിക്കപ്പെട്ട ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ദിക്റൊക്കെ ചൊല്ലും, നിർദ്ദേശിക്കപ്പെട്ട ദിക്റെല്ലാം നമുക്ക് ഭയങ്കര മടിക്കാരം. നമ്മുടെ അടുക്ക് ഇപ്പോൾ ഒരാൾ ഇടങ്ങാറായി വന്നാണ്ട് തീരെ സുഖമില്ല, നജുരി യാസീൻ ഒതുക്കി പറഞ്ഞു, അതിപ്പോൾ അയാൾക്ക് റാഹത്തില്ല. എന്നാൽ കേൾക്കാത്ത എന്തെങ്കിലും ദിക്ർ പറഞ്ഞു കൊടുത്താൽ ഓന് ഭയങ്കര റാഹത്തേക്കാരം അല്ലേ. ആയത്തിൽ വന്ന ദിക്റുകൾ അതാണ് ഏറ്റവും മഹത്വമുള്ളത്. ഹദീസിൽ വന്ന ദിക്റുകൾ അതാണ് ഏറ്റവും വലിയ മഹത്വമുള്ളത്.
നമ്മളോട് ബാത്റൂമിൽ കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, നിർത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും നിർദ്ദേശിച്ച ദിക്ർ നമ്മൾ ചൊല്ലുക. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറാ. അപ്പൊ ധാരാളം ദിക്ർ ചൊല്ലുന്നവരിൽ പെടാൻ കഴിയും. ഓരോ സ്ഥലത്തും അത് പള്ളിയിൽ കയറുമ്പോൾ അതിൻ്റെ ദിക്ർ ചൊല്ലുക, പള്ളിയിൽ എത്തിയാൽ എത്തിക്കാഫിൻ്റെ ദിക്ർ ചൊല്ലുക, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ദിക്ർ ചൊല്ലുക. ഈ ഒരു സ്വഭാവമുള്ളവൻ, കൂടുതൽ ദിക്ർ ചൊല്ലുന്നവർ, അള്ളാഹുവിനെ ഓർക്കുന്നവർ, അള്ളാഹിനെ ഓർക്കുന്ന പെണ്ണുങ്ങൾ എന്ന വിഭാഗത്തിൽ അവർക്ക് പെടാൻ കഴിയുന്നതാണ്. അതുപോലെ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും വെറുതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹോ, യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളതോ, യാ ലത്തീഫ് യാ അല്ലാഹ് എന്നുള്ളതോ, ഇതുപോലെ ഏതെങ്കിലും ദിക്ർ പതിവാക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവരും കൂടുതൽ ദിക്ർ ചൊല്ലുന്നവരെന്ന പട്ടികയിൽ വരുന്നതാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിലും വലിയൊരു സൗഭാഗ്യം ഒരു മനുഷ്യന് വേറെയില്ല. നമ്മൾ വെറുതെ അങ്ങനെ നടക്കുന്ന സമയത്ത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമ്മുടെ നാവിന് ആ ഒരു ശീലം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ ആ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഇല്ലാത്തവർ ശീലിക്കാനാണ് ഇതുപോലെയുള്ള ഹൽക്കകൾ. മാസത്തിലൊരിക്കൽ അയാൾ ചൊല്ലി, പിന്നെ വ്യാഴാഴ്ചത്തെ സ്വലാത്തിനൊന്ന് വന്ന് ഇവിടെ കുണ്ടൂരുസ്ഥാൻ്റെ ദിക്ർ എന്നില്ല, ആ ദിക്ർ. ഇങ്ങനെ ശീലമില്ലാത്ത ആളുകൾക്ക് ശീലിക്കാനും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ശീലിക്കാനുമൊക്കെയുള്ള വലിയൊരു പരിഹാരമാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. നിനക്ക് ഇഷ്ടപ്പെട്ട സ്വാലിഹ്യങ്ങൾ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ദിക്റുല്ലാഹി മിഫ്താഹൻ ലിബാബില്ലാഹി മിസ്ബാഹൻ ലിഅഹ്ലില്ലാഹി മിജ്റാഹൻ ലിഇബ്ലീസിൻ അദുവില്ലാഹി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് വഖൂലൂ യാ ഇബാദല്ലാഹ് ദവാമൻ മുഖ്ലിസൻ ലില്ലാഹ് റജാഅൻ ഫീ ലിഖാഇല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് وكنز من كنوز الله وأمن من عذاب الله مجن بين نار الله لا إله إلا الله صلاة الله سلام الله على സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഖാഫിസ് സാഹിബ് ഓർമ്മപ്പെടുത്തിയിരുന്ന CM വലിയുള്ളാൻ്റെ ആണ്ടുകൂടിയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു 2 മിനിറ്റ് പറയലേ. അല്ലാഹു തആല അവരെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കുള്ള വലിയ വലിയ മഹാന്മാരായ ഉസ്താദുമാർക്ക് മാത്രമുള്ള മഹത്വങ്ങൾ മഹാനവറുകളെക്കുറിച്ച് പറഞ്ഞാൽ തീരൂല. CM വലിയുള്ളാഹി ബദരീങ്ങളെ റിയാള വീട്ടിയൊരു സംഭവമുണ്ട്. നമ്മൾ മദർത്തുൽ ബദരിയായിട്ട് വന്നാണല്ലോ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ് അഥവാ ചെല്ലുകയാണെങ്കിൽ സൂസു എന്ന് പറഞ്ഞാൽ ചെല്ലുക. അസ്മാഉൽ ബദർ ചെല്ലുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കുടിയിരിക്കലിനൊക്കെ പോയിട്ട് ഒബി സയ്യിദിനാറിനെയാണ് ചെല്ലാൻ തുടങ്ങിയാൽ കണ്ടുക്കാൻ നോക്കൂ. അതാട് വായിച്ച് വിട്ടാൽ പോരെ എന്നുള്ളിടത്താണ് മഹാനവറുകൾ ചെല്ലിയ അസ്മാവിൻ്റെ ഒരു രീതി. ഒന്ന്, ഒരു പേര്, ആദ്യത്തെ പേര് കൊണ്ട് പറഞ്ഞു ബിസയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വലാത്തും സലാമും പറഞ്ഞ് അവിടുത്തെ പേരിൽ ഫാത്തിഹ ഓതി, അവിടുത്തെ പേരിൽ യാസീൻ ഓതി. അങ്ങനെയുള്ള മുറകളൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ പേര് പറയാണ് ഒബി സയ്യിദിന അബീബക്കർ റളിയല്ലാഹു അൻഹു.
എന്നിട്ട് അവരോട് സലാം പറഞ്ഞ് ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ആ മുറകളൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത പേര് പറയുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ മഹാന്മാരോടുള്ള അവരുടെ ഇഷ്കും അവരുടെ ഇബാദത്തിൻ്റെ, മഹാനവറുകളെ കൂടെ പഠിച്ച ആരും പറയും അവരെ ഹയാത്ത് കാലത്ത് അത്ര ഇബാദത്ത് ചെയ്യുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. പഠിക്കുന്ന കാലം, ചെറിയ കാലം. സുബ്ഹാനല്ലാഹ്. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ എപ്പോഴും ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാറുള്ള, പറയാറുള്ള ഒരു കറാമത്ത് നമുക്ക് കേട്ടതായിരിക്കും. ഉസ്താദ് അവറുകൾ, നമ്മളെ മശായിഖുമാരുടേത്, ഉസ്താദുമാരുടേത് മാത്രം നമ്മൾക്ക് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. അവരുമായി ബന്ധപ്പെട്ട എല്ലാവരും അവരുടെ ഔദാര്യം അനുഭവിച്ചവരാണ്. സീം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുമായി ബന്ധപ്പെട്ടവർ, അവരെ സ്നേഹിച്ചവർ, അവരോട് അടുപ്പം വാങ്ങിയവർ, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ നേടിയവരാണ്. ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് സീം വലിയുല്ലാഹി സദസ്സിലുണ്ട്. മഹാനവറുകൾ പ്രസംഗിക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം. ആ പ്രഭാഷണം മുഴുവൻ ഇരുന്ന് കേൾക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഉസ്താദിനെ ഒരു മൂലയിലേക്ക് വിളിച്ചു. ഉസ്താദ് ആ സംഭവം പറഞ്ഞത് അങ്ങനെയാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളെന്താണ് പ്രസംഗിക്കുന്ന സമയത്ത് ഇങ്ങനെ തലയെക്കെട്ട് ഊരിയാണ്ട്, തുടക്കം പിന്നെ ബിസ്മി ഹംദൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ തലയെക്കെട്ട് ഊരിയിട്ട് ഉസ്താദിനെ ഇപ്പം നമ്മൾ പ്രസംഗിക്കണം അങ്ങനെ നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ തലയെക്കെട്ട് ഊരിയിട്ട് ഉസ്താദ് ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഉസ്താദ് പ്രസംഗിക്കുകയാണ്. എന്താ നിങ്ങൾ അങ്ങനെ പ്രസംഗിക്കണേ? അപ്പോൾ സീം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളോട് പറഞ്ഞു, എൻ്റെ തല മുഴുവൻ വിയർത്തിട്ട് തലയെക്കെട്ട് കെട്ടിയിട്ട് പ്രസംഗിക്കുമ്പം തല മുഴുവൻ വിയർപ്പിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് ക്ലാസ് എടുക്കാനും, കാരണം പിറ്റേന്ന് പിന്നെ രാവിലെ മുതൽ മുഴുവൻ ക്ലാസ്, വൈകുന്നേരം വയല്, ഇന്നുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. കുന്നമംഗലത്ത് യത്തീംകുട്ടിയൊക്കെ ചോറിനും വേണ്ടിയിട്ട് ആ പീടികയിലൊക്കെ കയറി ഇറങ്ങിയ ഒരു ഉസ്താദിനെ നമുക്കറിയില്ല. നമുക്ക് ആ ബൻസിലിങ്ങനെ നീർന്ന് കിടക്കുന്ന ഉസ്താദിനെ നമുക്കറിയുള്ളൂ. അല്ലാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, സീം വലിയുല്ലാഹി പറഞ്ഞു, ഇനി അത് വേണ്ട. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ പറയാണ്, പിന്നെ എനിക്കങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവരുടെ നാവിൻ്റെ പവർ എത്രയാണ്, അവരുടെ വാക്കിൻ്റെ പവർ എത്രയാണ്. മഹാനായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ, മഹാനവറുകളുടെ വീട്ടിൽ മഹാനായ സീം വലിയുല്ലാഹി വന്ന സംഭവം നമ്മൾ കേട്ടിരിക്കും. ചിത്താരി ഉസ്താദിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു മരം. അപ്പോൾ സീം വലിയുല്ലാഹി ചോദിച്ചു, ഇതേതാ മരം എന്ന്. അത് റുമ്മാൻ്റെ മരമാണ്, ഇതുവരെ കായ്ച്ചിട്ടില്ല. അതിനോട് കായ്ക്കാൻ പറയൂ ഹംസ മുസ്ലിയാരെ. ആ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വൈലത്തൂർ തങ്ങൾ പറഞ്ഞതാണ്. അതിനോട് കായ്ക്കാൻ പറയൂ, അതായത് വൈലത്തൂർ തങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അതിനോട് കായ്ക്കാൻ പറയൂ ഹംസ മുസ്ലിയാരെ. മഴയില്ല കാലം കൊടുത്തോർ മച്ചിമരത്തിമ്മൽ കായ നിറച്ചോർ. സാധുവായ ഞാൻ എഴുതിയ മടവൂർ മാലയിലുള്ളതാണ്. മഴയില്ല കാലം മഴയെ കൊടുത്തോർ. എത്രയോ സംഭവങ്ങളുണ്ട്. മച്ചി മരത്തിമ്മൽ, അതായത് ഇതുവരെ ഇതിൽ കായ ഉണ്ടായിട്ടില്ല, അങ്ങനത്തെ മരമാണ്. ആ മരത്തിമ്മൽ കായ നിറച്ചോവർ. പിന്നെ വൈലത്തൂർ തങ്ങൾ പറയാണ്, അതിനോട് കായ്ക്കാൻ പറയൂ ഹംസ മുസ്ലിയാരെ എന്ന് പറഞ്ഞു. ഹംസ മുസ്ലിയാർ അതുപോലെ തന്നെ പോയി പറഞ്ഞു. ആ മരം കായ്ച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ ചില്ലകൾ താങ്ങി നിർത്താൻ പിന്നെ 6 മുട്ട് കൊടുത്തിട്ടാണ് അത് താങ്ങി നിർത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക അവരുടെ നാവിൻ്റെ പവർ. മഹാനായ പൊന്മുള ഉസ്താദ് അവറുകൾ ശൈഖുനായെ കാണാൻ വന്നു. മംഗലാപുരം ഹോസ്പിറ്റലിൽ പോയി വരികയാണ്. ഭാര്യയ്ക്ക് മക്കളില്ലാത്ത വിഷമം കേട്ടു. അവിടെ വലിയൊരു ഡോക്ടറുണ്ട്, അയാളടുത്ത് പോയാൽ റെഡിയാവുന്നുള്ള കേട്ടു. അവിടെ പോയി തിരിച്ചു വരുമ്പോൾ ആരോ പറഞ്ഞു, ഇങ്ങനെ സീം വലിയുള്ളാഹിനെ കണ്ട് വിഷയം പറഞ്ഞാൽ എന്നാൽ റെഡി ആയിക്കോളുന്നു. സീം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളോട് പറഞ്ഞു, ഡോക്ടർമാർക്ക് ഇങ്ങനെ പറയുന്നത് ഒരു സാധ്യതയില്ല, മക്കളുണ്ടാവാനൊരു സാധ്യതയില്ല എന്ന്. മഹാനായ പൊന്മുള ഉസ്താദിനോട് സീം വലിയുല്ലാഹി പറഞ്ഞ മറുപടി,
നിങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്, രണ്ടും പെൺകുട്ടികളാണ്. പൊന്മുസാൻ 2 കുട്ടിയുണ്ടായിട്ടുള്ളൂ, 2 പെൺകുട്ടികളാണ്, മൂന്നാമത്തൊന്നുമില്ല. ഇതുപോലെ നമ്മുടെ ആലിമീങ്ങളുടെ അനുഭവങ്ങൾ മാത്രം, വലിയ വലിയ മഹാന്മാർ ജീവിതത്തിൽ അവരിൽ നിന്ന് അവർക്ക് കിട്ടിയ ആശ്വാസം. അപ്പോൾ പായാരവും പരാതിയുമായി വരുന്ന 10,000-കണക്കിന് സാധാരണക്കാർ, അവർക്ക് കിട്ടിയ നേട്ടങ്ങളും അവർക്ക് കിട്ടിയ സുഹൃതങ്ങളും അവരുടെ അനുഭവങ്ങളും ജീവിതകാലം മുഴുവൻ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളോട് കൂടെ ഇരുന്ന അവരെ അനുഭവിച്ച ആളുകൾക്ക് കിട്ടിയ ഭൗതികവും ആത്മീയവുമായി കിട്ടിയ നേട്ടങ്ങൾ, ഫൈലാനുകൾ എത്രയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ വേണ്ടിയിട്ട് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരെ ഹക്ക്, ജാഹ്, ബറക്കത്ത്, കറാമത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ നിറച്ചു തരുമാറാവട്ടെ. എല്ലാവിധ ആഫത്ത്, മുസീബത്ത്, ബലാ, സിഹർ, ഐനിൽ നിന്ന് നമ്മയും അഹ്ലുകാരെയും മുഹബ്ബീങ്ങളെയും എല്ലാവരെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ മഹദറത്തുൽ ബദരിയയിലേക്ക് ഭക്ഷണം തന്നവർ, അള്ളാഹുവേ നീ അവർക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ആരുടെ പേരിലാണോ അവർ നൽകിയത് അള്ളാഹുവേ അവരുടെയൊക്കെ ഖബറിടം നീ വെളിച്ചമാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഇന്നത്തെ മജ്ലിസിലേക്ക് സംഭാവനകൾ നൽകിയവർ, നമ്മുടെ ഈ പള്ളിയെ സഹായിക്കുന്നവർ, വരിസംഖ്യ നൽകുന്നവർ, അതുപോലെ ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നവർ, ഇങ്ങനെ ചെറുതും വലുതുമായി ശാരീരികമായി സാമ്പത്തികമായി ഇതിനോട് സഹകരിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, അധ്വാനിക്കുന്നവർ, സഹായിക്കുന്നവർ, അല്ലാഹുവേ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇവിടെ നടക്കുന്ന മജ്ലിസുകളുടെ കാവല് നൽകണേ അല്ലാ. ഫലാ തറുദുദ് മഅൽ ഖൈബ ഫൈസൽ അല ത്വയ്ബ അയാ ദൽ ഇസ്സ് വൽ ഹൈബ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഇൻ തറുദുദ് ഫമന്നാതി لنيل جميع حاجاتي أيا جال الملمات بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصل على النبي البر بلا حد ولا حصر وآل مسادة غر وأهل البدر يا الله صلاة الله سلام الله صلاة الله سلام الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഈ മഹ്ലത്തുൽ ബദരിയ നമ്മൾ നിശ്ചയിച്ചതിന് ശേഷം നമ്മുടെ മഹല്ലിലുള്ള വീടുകളിലൊക്കെ നമ്മൾ ഈ വിഷയം പറയാൻ വേണ്ടി പോയപ്പോൾ ഒരുപാട് ആളുകൾ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും സംഭാവന നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദുആ ചെയ്യും. നമുക്ക് ഇന്നത്തെ ഈ മജ്ലിസിലേക്ക് ഭക്ഷണം നൽകിയ കാരങ്ങര നാസർക്കയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ അവരുടെ ആണ്ടിൻ്റെ മാസവും കൂടിയാണ്, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അസുഖം മാറാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന നൽകിയവരുണ്ട്. കടങ്ങൾ വീടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. മക്കൾ നന്നായി സ്വാലിഹീങ്ങളായ മക്കളാവായി തീരാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. സ്ഥലം കച്ചവടം നടക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം സംഭാവന നൽകിയവരുണ്ട്. മക്കളുടെ വിവാഹം
ആൺമക്കളുടെയും പെൺമക്കളുടെയും വിവാഹം പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വിദേശത്ത് വിസിറ്റിങ്ങിന് പോയ മകന് നല്ല ജോലി ശരിയാവാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വർഷം എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റാഹത്താവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളുണ്ടാവാൻ വേണ്ടി, സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. മുട്ടുവേദന മാറാൻ വേണ്ടി പ്രത്യേകം സംഭാവന നൽകിയിട്ടുണ്ട്. സ്ഥിരമായി ഉണ്ടാകുന്ന മൈഗ്രെയിൻ തലവേദന മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ തുടക്കത്തിൽ നമുക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടിയൊക്കെ കഷ്ടപ്പെട്ട PAK, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. കുഞ്ഞഹമ്മദ് കാക്ക, അതുപോലെ തന്നെ ഇപ്പോൾ അലവിക്കയുടെ വൈഫ് സഫിയ താത്ത, അതുപോലെ തന്നെ ഇസ്മായിൽ UK സാഹിബ്, അവരുടെ പേരിൽ അറഫാൻ തുടങ്ങിയ അവരുടെയൊക്കെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മരിച്ചുപോയ ഉപ്പ, അനിയൻ, പെങ്ങൾ, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുടെ എല്ലാ പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരമുണ്ടാവാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്പെടുത്തിയതാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലക്കൽ ഹംദു യാ മഅബൂദ് വലക്കൽ ശുക്റു വലക്കൽ സനാഉ വലക്കൽ കുല്ലു വലക്കൽ മജ്ദു യാ ഹഖ് യാ മുബീൻ യാ അല്ലാഹ്. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على النور وأهله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك بأسمائك الحسنى. اللهم إنا نتوسل إليك بهذا المجلس المبارك أن تحفظنا بحفظك وتحمينا بحمايتك وتكفينا بكفايتك وتحرسنا بحولك وقوتك وتؤيدنا بتأييدك وتنصرنا بنصرك وتهدينا بهدايتك وترعانا برعايتك وتنظر إلينا بعين عنايتك وأن تجعلنا من عبادك الصالحين الذين لا خوف عليهم ولا هم يحزنون. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. اللهم اجعلنا تحت تربية أوليائك وأحبابك يا خير الناصرين. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ മുലൂക്കായ ഞങ്ങളെ പടച്ച അല്ലാഹ്, പടച്ചവന് സാധുക്കളായ ഞങ്ങളെ ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. പടച്ചവനെ, മഹാന്മാരായ അസ്ഹാബുൽ ബദറിൻ്റെ അസ്മാഉകൾ ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി, അദ്കാറുകൾ ചൊല്ലി, സ്വദഖകൾ ചെയ്ത് പടച്ചവനെ നിന്നെക്കുറിച്ച് പറഞ്ഞു, നിന്റെ ദിക്റിനെ കുറിച്ച് പറഞ്ഞു, നിന്റെ പേരിനെ കുറിച്ച് പറഞ്ഞു, നിന്റെ ഔലിയാക്കളെയും അഹ്ബാബീങ്ങളെയും മഹാന്മാരെയും കുറിച്ച് പറഞ്ഞു. പടച്ചവനെ, ഇങ്ങനെ നിനക്ക് പൊരുത്തുള്ള ഒരുപാട് ഖൈറാത്തുകൾ ചെയ്യാനും ചൊല്ലാനും നിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ പാവങ്ങളാണ് അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്.
ഈ മജ്ലിസിൽ ധാരാളം സഹോദരന്മാർ, ധാരാളം സഹോദരിമാർ ഈ മജ്ലിസിൽ വന്നിട്ടുണ്ട്. അല്ലാഹ് പടച്ചവനെ, ഈ മഹ്ളറത്തുൽ ബദരിയയിലേക്ക് ഞങ്ങൾ വന്നത് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ പള്ളിയിൽ വന്നതും ഈ മജ്ലിസിൽ വന്നതും കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ കബൂലാക്കുമെന്നൊരു ഈമാൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആ ഒരു യഖീൻ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആ ഒരു ബോധത്തോടുകൂടെ ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. പടച്ചവനെ, ഈ മജ്ലിസിൽ ഞങ്ങൾ പങ്കെടുത്ത വറക്കത്തുകൊണ്ട് ഈ മജ്ലിസിലേക്ക് ഭക്ഷണം നൽകിയവർ, നേരത്തെ ഇവിടെ വായിക്കപ്പെട്ടവർ, ഈ മജ്ലിസിൽ ഇവിടെ കയ്യിൽ സംഭാവന നൽകിയവർ, പ്രവർത്തകരെ കയ്യിൽ സംഭാവനകൾ നൽകിയവർ, ഈ കാര്യങ്ങൾ പറയാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആവശ്യങ്ങൾ പറഞ്ഞവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സംഭാവനകൾ നൽകിയവർ, ഇന്ന് സാധുവായി എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭക്ഷണം നൽകിയവർ, ഞാനിവിടെ നിന്നിരുന്ന അന്ന് എത്രയോ വീടുകളിൽ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, കടപ്പാടുകളുണ്ട്. പടച്ചവനെ, ഇങ്ങനെ ഞങ്ങളെ ഈ മജ്ലിസും പള്ളിയുമായി സഹകരിച്ചവർ, സഹായിച്ചവർ, ഇവിടെ സംബന്ധിച്ചവർ, റബ്ബേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ശുഹദാക്കൾ, അവരുടെ നേതാക്കളാകുന്ന സ്വഹാബുൽ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിലെ ഇടങ്ങേറുകൾ നീക്കണേ അല്ലാഹ്. ഞങ്ങളെ ഓരോരുത്തരുടെയും മനസ്സിലെ ഇടങ്ങേറുകൾ നീക്കണേ അല്ലാഹ്. ഞങ്ങളെ മനസ്സിൽ പലവിധ ടെൻഷനുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകളുണ്ട് അല്ലാഹ്. ഞങ്ങളെ എല്ലാ വിഷമങ്ങളും ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റണേ അല്ലാഹ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന്റെ ശാന്തി ദിക്റുള്ളയിലൂടെ മാത്രമാണ്. പടച്ചവനെ, ഞങ്ങളെ ദാക്കിര്യങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ദിക്ർ വർദ്ധിപ്പിക്കാനുള്ള മനസ്സ് തരണേ അല്ലാഹ്. എല്ലാ ദിവസവും തഹ്ലീൽ ചൊല്ലാൻ ഭാഗ്യം തരണേ അല്ലാഹ്. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഭാഗ്യം തരണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ ദിവസവും സ്വലാത്തുകൾ ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്മാഉൽ ബദറും അസ്മാഉൽ ഹുസ്നയും സൂറത്ത് യാസീനും ഇങ്ങനെ നിനക്ക് പൊരുത്തുള്ള ഖൈറാത്തുകൾ ധാരാളം ചെയ്യാനും ചൊല്ലാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ എവിടെയും നീ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളെ കൊയക്കരുത് അല്ലാഹ്. ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ മാനം കെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ വഷളാക്കരുത് അല്ലാഹ്. പടച്ചവനെ, ആര് ഞങ്ങളെ കൈയൊടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈയൊടിയല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഞങ്ങളെ മുഹബ്ബീങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയി. അല്ലാഹുവേ, അവരിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് യാത്ര എളുപ്പാക്കണേ അല്ലാഹ്. എത്രയോ പതിനായിരക്കണക്കിന് ആളുകൾ അതിനു വേണ്ടി ഒരുങ്ങി, പലരും സമ്പത്ത് അവർ അയച്ചു കൊടുക്കുകയും ചെയ്തു. പടച്ചവനെ, ഇക്കൊല്ലം ഹജ്ജിന് പോകാൻ കഴിയാതെ വിഷമിക്കുന്നവർ, അടുത്ത കൊല്ലം പോകാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 തവണ ഹജ്ജും ഉംറയും സിയാറത്തുകളും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ സ്വീകരിക്കുന്ന ഹജ്ജാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കുന്ന ഉംറകളാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹജ്ജും ഉംറയും പരിപൂർണമായ കബൂലുള്ള രൂപത്തിൽ ചെയ്യുന്നതിനും ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. പൊരുത്തപ്പെടിക്കുന്നതിനും ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഹക്കടപാട് വീട്ടുന്നതിനും ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ബാധ്യതകൾ തീർക്കുന്നതിനും ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഹൃദയം ശുദ്ധിയാകുന്നതിനും ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ മഹബ്ബത്തും ഇഷ്ഖും ഈമാനും അതൊന്നും കാമിലാകുന്നതിനും ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഹൃദയം ലംഘുന്നതിൻ്റെ മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. പടച്ചവനെ, മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരെ കൊണ്ട്, അവരെ ബറക്കത്ത് കൊണ്ട്, അവരെ കറാമത്ത് കൊണ്ട് ഞങ്ങളെന്താ ഇന്നത്തെ മജ്ലിസിൽ ശിഫാ തരണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ ഏത് രോഗമാണുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് പറഞ്ഞു തന്നതും ഞങ്ങൾ അറിയുന്നതും ഞങ്ങൾ അറിയാത്തതും ചെറുതും വലുതുമായ ശാരീരികവും മാനസികവുമായ എല്ലാ രോഗങ്ങളും സിയം വലിയുള്ളാഹിയുടെ ഹക്ക് കൊണ്ട് ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയത്തിലെ രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ കൈകാലുകൾ, ഞങ്ങളെ ശരീരത്തിലുള്ള സകല വേദനകളും രോഗങ്ങളും
രോഗങ്ങളും പ്രയാസങ്ങളും നീ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാ. ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, അറ്റാക്ക്, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, മഞ്ഞപ്പിത്തം, എയ്ഡ്സ് രോഗം, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അലർജി, ആസ്തമയും ശ്വാസം മുട്ടും, ഇതുപോലെ കാലുവേദന, ഊരവേദന, തലവേദന, മുട്ടുവേദന, നെഞ്ചുവേദന, വയറുവേദന, കണ്ണുവേദന, പല്ലുവേദന, ചെവിവേദന, തൊണ്ടവേദന, ഇങ്ങനെ വേദനകൾ, പ്രയാസങ്ങൾ, ഇടങ്ങേറുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. പടച്ചവനെ, കെ വി ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞതോടെ ലിസ്റ്റ് വായിച്ചപ്പോൾ ചെറുതും വലുതുമായ രോഗങ്ങളുള്ള, ശാരീരിക മാനസിക രോഗങ്ങളുള്ള ഉപ്പ ഉമ്മമാര്, സഹോദര സഹോദരിമാർ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. മഹ്ലറത്തുൽ ബദരിയയുടെ ബറക്കത്ത് കൊണ്ട് ശിഫാ നൽകണേ അല്ലാ. ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ ശിഫാ വെക്കണേ അല്ലാ. ഏത് രോഗം മാറാനാണോ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണം കഴിക്കുന്നത്, ആ രോഗം നീ ശിഫയാക്കണേ അല്ലാ. ആ രോഗം ശിഫയാക്കണേ അല്ലാ. ആ രോഗം ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാ. ഇബാദത്തിൽ രസം തരണേ അല്ലാ. ഖിറാഅത്തിൽ ലദ്ദത്ത് നൽകണേ അല്ലാ. മരണം വരെ ദർസ് നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഇൽമ ഇബാദത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഈമാൻ തഖ്വ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. നിന്റെ മഹാന്മാരോടുള്ള ഇഷ്ടം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. പടച്ചവനെ, റബ്ബേ യാ ഹയ്യു യാ ഖയ്യൂം, ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊണ്ട് അല്ലാ, തന്ന മക്കളെ നന്നാക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ, വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, ഏർപ്പാടിൽ, ഞങ്ങളെ വാക്കിൽ, നാക്കിൽ, നോട്ടത്തിൽ, മന്ത്രത്തിൽ, തഅല്ലുമ്, തഅലീമ്, തദ്രീസ്, മുതാലം, ബാല, ഉലാദ, സുവാജിൽ, എല്ലാ മുആമലാത്തിലും സറാഅത്തിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഇഫത്ത് നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ഖുവ്വത്ത് നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാ. അപകട മരണങ്ങൾ, പ്രയാസങ്ങൾ, നിത്യരോഗങ്ങൾ, മാറാരോഗങ്ങൾ, പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, പ്രവാസികളെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. പ്രവാസികളെ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. നേരത്തെ ഇവിടെ പറഞ്ഞ PA അടക്കം, അതുപോലെ പറയപ്പെട്ട മുഴുവൻ ആളുകൾ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ സഹോദര സഹോദരിമാർ, ഞങ്ങൾക്ക് പരിചയമുള്ളവരും ഇല്ലാത്തവരും, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന്, കുടുംബത്തിൽ, ഉസ്താദുമാരിൽ നിന്ന്, ശിഷ്യന്മാരിൽ നിന്ന്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടു ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. പടച്ചവന്, ഇതിൽ കൃഷിക്കാരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്, അധ്യാപനം നടത്തുന്നവരുണ്ട്, അതുപോലെ പലവിധ ജോലികളിൽ പോകുന്നവരുണ്ട്, സ്വദേശത്ത് വിദേശത്ത്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാ. ഞങ്ങൾക്കിടയിൽ, ഞങ്ങളെ കുടുംബത്തിൽ, ഞങ്ങളെ വീട്ടിൽ സ്നേഹവും സന്തോഷവും സൗഹാർദ്ദവും മനസ്സമാധാനവും നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ മജ്ലിസനാ ഹാദാ മജ്ലിസൻ മുബാറക. അല്ലാഹുമ്മ ജഅൽ ജമ്മനാ ഹാദാ ജമ്മൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വലാ തജഅൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ شقيا ولا مطرودا ولا مردودا ولا متروكا ولا محروما. ربنا عليك التكلان وإليك أنبنا وإليك المصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين.